കണ്ണൂർ ഞെട്ടിത്തോട് വനമേഖലയിൽ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടതായി ഒരു പോസ്റ്റർ വയനാട് തിരുനെല്ലി ഹുണ്ടികപ്പറമ്പ് കോളനിയിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചിരിക്കുന്നത്. മാവോയിസ്റ്റ് നേതാവ് കവിത കൊല്ലപ്പെട്ടു എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. ഫെലിക്സ് പുളിക്കൽ വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, ഇത് എപ്പോഴാണ് ഈ പോസ്റ്റർ ശ്രദ്ധയിൽപ്പെടുന്നത്? ഇങ്ങനെ എന്തെങ്കിലും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് വിവരം? ദിവിഷ്, ഇന്നലെ രാത്രിയാണ് ഈ തിരുനെല്ലിയിലെ ഹുണ്ടികപ്പറമ്പ് കോളനിയിൽ 6 അംഗ മാവോയിസ്റ്റ് സംഘം എത്തുകയും അവരിങ്ങനെ ഒരു പോസ്റ്റർ പതിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ പോസ്റ്റർ പറയുന്നത് ഈ നവംബർ മാസം 13-14 തീയതികളിൽ കണ്ണൂർ ജില്ലയിലെ ഞെട്ടിത്തോട് വനമേഖലയിൽ മാവോയിസ്റ്റുകളുമായി തണ്ടർബോൾട്ട് ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നു. ആ ഏറ്റുമുട്ടലിൽ കവിത എന്ന ഒരു മാവോയിസ്റ്റ് നേതാവ് വെടിയേറ്റു മരിച്ചു എന്നതാണ് ഈ പോസ്റ്റർ പറയുന്നത്. അതായത് നമുക്കറിയാം, അന്ന് വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലുണ്ടായി. കാരണം കണ്ണൂർ ജില്ലയിലെ ഈ പറയുന്ന സ്ഥലത്ത് ഞെട്ടിത്തോട് വനമേഖലയിൽ പുലർച്ചെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകൾ അവിടെ കുപ്പു ദേവരാജിൻ്റെ ചരമദിനവുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേർന്നിരുന്നു. അത് തണ്ടർബോൾട്ട് മനസ്സിലാക്കുകയും തണ്ടർബോൾട്ട് അവിടെ എത്തുകയും പിന്നീട് ഏറ്റുമുട്ടൽ ഉണ്ടാകുകയും ചെയ്തു. പിന്നീട് ഈ തീവ്രവാദ വിരുദ്ധ സ്ക്വാഡിൻ്റെ DIG പുട്ട വിമലാദിത്യ തന്നെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു, അവിടെ രക്തക്കറകൾ കണ്ടിട്ടുണ്ട്, മാവോയിസ്റ്റിന് വെടിയേറ്റിട്ടുണ്ട് എന്ന സംശയമാണുള്ളത്. പക്ഷേ ആരുടെയും മൃതദേഹമോ മറ്റോ കണ്ടെത്തിയിട്ടില്ല എന്ന് DIG തന്നെ അന്ന് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഇപ്പോൾ ഒരു മാസത്തിനിപ്പുറമാണ് ഇങ്ങനെയൊരു പോസ്റ്റർ വയനാട്ടിൽ നിന്ന് ലഭിക്കുന്നത്. ആ പോസ്റ്ററിൽ പറയുന്നത് കവിത എന്ന മാവോയിസ്റ്റ് നേതാവ് കൊല്ലപ്പെട്ടു എന്നതാണ്. മാത്രമല്ല, ഈ രക്തക്കറയിലൂടെ തന്നെ മറുപടി നൽകും എന്ന ഭീഷണിയും ആ പോസ്റ്ററിൽ പറയുന്നുണ്ട്. ഏതായാലും ആ സമയത്ത് പോലീസ് വ്യക്തമാക്കിയിരുന്നത് ഈ വെടിവെപ്പിൽ ഒരാൾക്ക് വെടിയേറ്റിട്ടുണ്ട് എന്ന സംശയം അവർ പങ്കുവച്ചിരുന്നു. കാരണം രക്തക്കറകളൊക്കെ തന്നെ അവിടുന്ന് കണ്ടെത്തുകയും ചെയ്തു. 8 മാവോയിസ്റ്റുകൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നതാണ് പോലീസ് പറഞ്ഞത്. അങ്ങനെ 8 മാവോയിസ്റ്റുകളുമായാണ് ഈ തണ്ടർബോൾട്ട് ഏറ്റുമുട്ടിയത്. പിന്നീട് അവർ അവിടെ നിന്ന് മാഞ്ഞു. ഈ പരിക്കേറ്റിട്ടുണ്ട് എന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. അപ്പോൾ ഈ പരിക്കേറ്റവരെ കണ്ടെത്താൻ വീണ്ടും തണ്ടർബോൾട്ട് ആ വനമേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്തിയിരുന്നില്ല. അവർ അവിടെ നിന്നും ഓടി മറഞ്ഞു എന്നതാണ് പോലീസ് വ്യക്തമാക്കിയിരുന്നത്. ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ പോസ്റ്റർ പുറത്തു വരുന്നത്. അത് കവിത എന്ന മാവോയിസ്റ്റ് മരിച്ചു, കൊല്ലപ്പെട്ടു എന്ന് ഈ പോസ്റ്റർ വ്യക്തമാക്കുന്നു. പക്ഷേ ഇത് പോലീസ് സ്ഥിരീകരിച്ചില്ല. കാരണം മൃതദേഹം മാവോയിസ്റ്റുകൾ തന്നെ മറവ് ചെയ്തിട്ടുണ്ടാകാം. അതുകൊണ്ട് അക്കാര്യത്തിലൊരു സ്ഥിരീകരണം പോലീസിനുണ്ടാവില്ല. പക്ഷേ പോലീസ് അന്ന് വ്യക്തമാക്കിയിരുന്നു, ഏറ്റുമുട്ടൽ നടന്ന സമയത്ത്, അതായത് നവംബർ മാസം 13 രാവിലെ ഉണ്ടായ ഏറ്റുമുട്ടലിൽ മാവോയിസ്റ്റിന് പരിക്കേറ്റിട്ടുണ്ട്, രക്തക്കറകളൊക്കെ അവിടെ നിന്ന് കണ്ടെത്തിയതാണ്. ഇതിലും അത് സംബന്ധിച്ചൊരു സ്ഥിരീകരണം ഇപ്പോൾ മാവോയിസ്റ്റുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട്. ഒരു മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടു എന്നതാണ് ഈ പോസ്റ്ററിൽ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി ഫെലിക്സ്, എന്തായാലും കൊല്ലപ്പെട്ട കാര്യം പോലീസ് സ്ഥിരീകരിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്, പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. മാവോയിസ്റ്റുകൾ തന്നെയാണ് കവിത എന്ന മാവോയിസ്റ്റ് കൊല്ലപ്പെട്ടതായിട്ടുള്ള പോസ്റ്ററും പതിപ്പിച്ചിരിക്കുന്നത്. ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകി.